നമസ്കാരം. ഞാൻ കുട്ടീസിനെ പറ്റിയിട്ടാണ് കേട്ടോ പറയാൻ പോണത്. ഓരോ കുട്ടീസും രാജാക്കന്മാരാണ് ഇന്നത്തെ കാലത്ത് അവനവൻ്റെ വീട്ടിലത്തെ. കാരണം അവർ പറയണ പോലെയാണ് ആ വീട്ടിലത്തെ ജീവിതം. ഉറക്കമാണെങ്കിലും ഉണരണതും ആഹാരം കൊടുക്കുന്നതും അവർ സ്കൂളിലേക്ക് അയക്കുന്നത്, അവർക്ക് എന്ത് വേണമെന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത്, അവർക്ക് ഒരു എക്സാം വരുമ്പോഴേക്കും പാരൻസ് ലീവ് എടുക്കുന്നതും, എന്ത് ത്യാഗം സഹിച്ചിട്ടും മക്കൾക്ക് ഒരു സങ്കടം വരരുത്, നമ്മൾ വളർന്ന പോലെ അവർ വളരരുത് എന്നുള്ളൊരിതിലാണ് പാരൻസ് വിചാരിക്കുന്നത്. പക്ഷേ കുട്ടികളെ സങ്കടവും സന്തോഷവും അറിയിച്ച് വളർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്താ അറിയോ, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം പലർക്കും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ വിട്ടുകൊടുക്കൽ എന്നുള്ളത് അറിയണേ ഇല്ല. കുട്ടികൾക്ക് അങ്ങനെയുള്ളൊരു സംഭവമേ അറിയാത്ത പോലെയാണ് പല കുട്ടികളും. അവർക്കാണ് ഭാവിയിൽ വളരുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടായി മാറുന്നത്. ഇപ്പോൾ വീടില്ലാത്ത കുട്ടികളുണ്ട്, സ്കൂളിൽ പഠിക്കാൻ പോകാൻ പറ്റാത്ത കുട്ടികളുണ്ട്, പാരൻസ് ഇല്ലാത്തതുകൊണ്ട് അവർ കഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട്, ഇടാൻ ഡ്രസ്സോ അല്ലെങ്കിൽ പഠിക്കാൻ ബുക്കുകളോ ഇല്ലാത്ത. ഇതൊന്നും കുട്ടികൾ അറിയണില്ല. എല്ലാം അവരുടെ കയ്യിലെത്തുമ്പോൾ അവർ വിചാരിക്കണതോ എല്ലാം അങ്ങനെയാണ്, ഇതാണ് ജീവിതം എന്നുള്ളത്. അങ്ങനെയല്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസും കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കണം. ആ സാഹചര്യങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. നമ്മുടെ കയ്യിലുള്ളത്, നമുക്ക് എക്സ്ട്രാ ഉള്ളതെങ്കിലും നമ്മൾ അവർക്ക് കൊടുക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ അവരെ വളർത്തിയെടുക്കുകയും വേണം. നല്ലോണം പഠിക്കും, നല്ല ജോലിയാവും, നിറയെ സമ്പാദിക്കും. പക്ഷേ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവർക്ക് അറിയാതെ പോകും. നമ്മളിപ്പോൾ ഒരു മരണ വീട്ടിലേക്ക് കുട്ടിയെ കൊണ്ടുപോയില്ല, പക്ഷേ കല്യാണ വീടോ ബർത്ത്ഡേ പാർട്ടിയാണെങ്കിൽ നമ്മൾ കൊണ്ടുപോകും. കാരണം എന്താണ്? കുട്ടി സങ്കടം അറിയരുത്. അങ്ങനെയല്ല, എല്ലാ സങ്കടങ്ങളും കുട്ടി അറിഞ്ഞു വളർത്തണം. ഊതി വീർപ്പിച്ച ബലൂണ് പോലെയാണ് ഇപ്പോൾ പല കുട്ടികളുടെയും മനസ്സ്. ഒരു സേഫ്റ്റി ഒരു പിന്നോണ്ട് ഒരു കുത്തിയാൽ മതി, അത് അങ്ങനെ പൊട്ടിപ്പോൾ. അങ്ങനെ ആവരുത്. തീയിൽ കുരുത്തത് വെളിയത്ത് പാടില്ല എന്നുള്ള പറഞ്ഞ മാതിരിയുള്ള ആ ഒരു മാനസികാവസ്ഥ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കണം. അതേമാതിരി തൻ്റെ സഹജീവികളെയും സ്നേഹിക്കാൻ പഠിപ്പിക്കണം. അപ്പോഴേ ഭാവിയിലുള്ള ദാമ്പത്യ ജീവിതം അവരുടെ കുടുംബത്തിനും അവർക്കതൊരു നല്ലതായിട്ട് മാറുള്ളൂ. ഓരോ ഫാമിലിയും അവർ എങ്ങനെയാണ് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുക, അവർ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ നമ്മൾ എങ്ങനെ വാങ്ങിച്ചു കൊടുക്കണു, എങ്ങനെ ബുദ്ധിമുട്ടണു, പൈസ കടം വാങ്ങിച്ചിട്ടാണോ അല്ലെങ്കിൽ അച്ഛനും അമ്മയും എന്ത് വേണ്ട വെച്ചിട്ടാണോ വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളത് കുട്ടികൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള കുട്ടികൾക്ക് ജീവിതത്തിൽ മറ്റുള്ളവരുടെ കഷ്ടവും സങ്കടവും അറിയാൻ പറ്റുള്ളൂ. വിട്ടുകൊടുക്കൽ എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗവും ആവുള്ളൂ.